ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു പെർസ്പെക്റ്റീവാണ്. നിങ്ങൾക്ക് പഠിച്ച് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതല്ല മാറ്റമായിട്ട് വരുന്നത്. ആ പഠിച്ച ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് ഉപയോഗിക്കുമോ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന വിഷൻ. അതിനുള്ള പ്രധാനപ്പെട്ട 2 എക്സാമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്ന 2 ആൾക്കാരും എന്നുള്ളതാണ്. ജൂൺ 25 പവിത്ര JRFോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, എക്കണോമിക്സിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ബേസിക് ക്വാളിറ്റി തന്നെയാണ് ഇവിടെ ഉള്ളത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു വരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഒരു ഡ്രീമിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സ്റ്റുഡൻസ് ഇവിടെ ജോയിൻ ചെയ്യും. അവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ക്വാളിഫൈഡ് ആകുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കർണാടകയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് റെഗുലറായിട്ട് ഈവൻ ഇപ്പം അവിടുത്തെ ഒരു എക്കണോമിക്സ് ബേസ് ചെയ്ത് ഒരു PSC എക്സാംസ് വന്നു കഴിഞ്ഞാൽ പോലും എന്നെ സ്റ്റുഡൻസ് വിളിച്ചിട്ട് ചോദിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. ഇത് ധനലക്ഷ്മിയുടെ മാർക്ക് നിങ്ങൾ നോക്കി. കർണാടക എന്നുള്ള സ്റ്റുഡൻ്റാണ് 244 300 മാർക്ക് സ്കോർ ചെയ്യുന്നത്, 81%. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്കാണെന്നുള്ളതാണ്. ഇതൊക്കെ ഒരു റോൾ മോഡൽസ് ആയിട്ട് എടുത്ത് ഇൻസ്പിറേഷൻ എടുത്ത് വീണ്ടും വീണ്ടും നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. വിജയം എന്ന് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും ഒരു ദിവസം. ഹായ്, വീണ്ടും റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ്. നമുക്ക് എക്കണോമിക്സിലെ JRF കിട്ടിയ നമ്മുടെ സ്റ്റുഡൻ്റാണ് പവിത്ര. ഓക്കെ, ആള് മലയാളിയല്ല, കർണാടകയിൽ നിന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ആ റിസൾട്ടിൻ്റെ സമയത്ത് ഇതിനെക്കുറിച്ചൊരു ബേസിക് റെഫറൻസ് ആദ്യം ഞാനൊന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, പവിത്രയൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അക്കാദമി പഠിച്ചു വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. ആദ്യം നമുക്ക് ഇദ്ദേഹം ഇവിടെ അഡ്മിഷൻ എടുത്ത് ക്വാളിഫൈഡ് ആകുന്നത് 2020 ഓക്കെ, ഒരു കോവിഡിൻ്റെയൊക്കെ ഒരു ടൈമിലാണ്. അന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് മാത്രമാണ് ക്വാളിഫൈഡ് ആകാൻ സാധിച്ചിരുന്നത്. ഓക്കെ, ഇതേ മാർക്ക് ലിസ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2020 ജൂണിൽ നെറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് മാത്രമാണ് ആ സമയത്ത് പവിത്രയ്ക്ക് ക്വാളിഫൈഡ് ആകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം ആ ഒരു സമയത്ത് എക്സാംസ് ഒക്കെ വലിയ രീതിയിലേക്ക് ഡിലേ ആകുന്നു, പലതരത്തിൽപ്പെട്ട് ബ്രേക്കുകൾ കാര്യങ്ങളൊക്കെ വരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആണെങ്കിലും പഠനം പലതരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഡിസ്റ്റർബ് ചെയ്യപ്പെട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം അക്കാദമി വീണ്ടും വരുന്നു, കോണ്ടാക്ട് ചെയ്യുന്നു, വളരെ സീരിയസ് ആയിട്ട് വീണ്ടും JRF തന്നെ വേണമെന്ന ഇൻറ്റൻഷനോടുകൂടി പഠിച്ചു തുടങ്ങുന്നു. ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന റിസൾട്ടിൽ ഇത് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. ജൂൺ 25 പവിത്ര JRFോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, എക്കണോമിക്സിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ബേസിക് ക്വാളിറ്റി തന്നെയാണ് ഇവിടെ ഉള്ളത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു വരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഒരു ഡ്രീമിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, എക്കണോമിക്സ് ആക്ച്വലി നമുക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. കാശ്മീർ, ജാർഖണ്ഡ്, ബീഹാർ, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഓക്കെ, ഈവൻ ഒഡീഷ. നമ്മുടെ ആദ്യത്തെ ഓൺലൈൻ സ്റ്റുഡൻറ്റ് ഒഡീഷയിൽ നിന്നുള്ളതാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സ്റ്റുഡൻസ് ഇവിടെ ജോയിൻ ചെയ്യും. അവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ക്വാളിഫൈഡ് ആകുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കർണാടകയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് റെഗുലറായിട്ട് ഈവൻ ഇപ്പം അവിടുത്തെ ഒരു എക്കണോമിക്സ് ബേസ് ചെയ്ത് ഒരു PSC എക്സാംസ് വന്നു കഴിഞ്ഞാൽ പോലും എന്നെ സ്റ്റുഡൻസ് വിളിച്ചിട്ട് ചോദിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ കർണാടകയുടെ കാര്യം വരുമ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട റെഫറൻസ് എനിക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് ധനലക്ഷ്മിയാണ്. ധനലക്ഷ്മിയുടെ മാർക്ക് ലിസ്റ്റിനെ കൂടെ കാണാൻ സാധിക്കും. ഇദ്ദേഹം നമുക്ക് ആ ഒരു ടൈമിൽ ആദ്യം JRF കൂടി ക്വാളിഫൈഡ് ആവുന്നുണ്ട്. അതായത് 20 ജൂൺ അതേപോലെ തന്നെ ഡിസംബർ മെർജ്ഡ് സൈക്കിളിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, JRF കൂടി ക്വാളിഫൈഡ് ആവുന്നത്. ഇത് ധനലക്ഷ്മിയുടെ മാർക്ക് നിങ്ങൾ നോക്കി. കർണാടക എന്നുള്ള സ്റ്റുഡൻ്റാണ് 244 300 മാർക്ക് സ്കോർ ചെയ്യുന്നത്, 81%. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്കാണെന്നുള്ളതാണ്. ഓക്കെ, അതായത് 300-ൽ 244 മാർക്ക് 81% JRF ക്വാളിഫൈഡ് ആവുന്ന ധനലക്ഷ്മി. ഇദ്ദേഹവും കർണാടകയിൽ നിന്നുള്ളതാണ്. ഞാൻ ഈ റെഫറൻസ് ഇവിടെ വീണ്ടും കൊണ്ടുവന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ക്വാളിറ്റി അവിടെ പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു സ്റ്റുഡൻറ്റ് അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസറിനുള്ള കർണാടക PSC എക്സാം ഉണ്ട്. അതായത് അവിടുത്തെ ഗവൺമെൻറ് കോളേജിലേക്കുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസറിനുള്ള എക്സാം. ആ എക്സാമിന് വേണ്ടിയും നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സുകളും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. 1ാം റാങ്കാണ്. അതായത് കർണാടക PSC അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്കണോമിക്സ് എക്സാമിന് 1ാം റാങ്കോട് കൂടിയാണ് ധനലക്ഷ്മി ആ പ്രാവശ്യം അവിടെ ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാനത് ചുമ്മാ പറയുന്ന കാര്യങ്ങളല്ല, ഇത് ഇവിടെ കാണാൻ സാധിക്കും. ആ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ്റെ ഇത് ഇവിടെയുണ്ട്, അവിടെ എടുത്ത് നോക്കിയാൽ മെറിറ്റ് റാങ്ക് നമ്പർ 1 ആണ് ആളവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം കർണാടക
എപ്പോഴും ആപ്പിൾ ബിക്ക് എക്കണോമിക്സിൻ്റെ ഒരു കാര്യത്തിൽ നമുക്കൊരു ഒരു പാൻ ഇന്ത്യൻ ഇമ്പാക്റ്റ് ആക്ച്വലി എക്കണോമിക്സിൽ എപ്പോഴും ഇവിടെ ഉണ്ടെന്നാണ്. ഈ അക്കാദമി ഡെവലപ്പ് ചെയ്ത് തന്നെ എക്കണോമിക്സിൻ്റെ കാർഡ്സ് വെച്ചിട്ടാണ്. എൻ്റെ സബ്ജക്റ്റാണ് ബേസിക്കലി. അപ്പോൾ നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളും നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. അത്തരം സ്റ്റുഡൻസ് വരാനുള്ള ബേസിക് റീസണും നമ്മൾ ആ കോണ്ടന്റിൽ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി, അവർക്ക് ലൈഫ് ലോങ് എന്ന രീതിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അസിസ്റ്റൻസ് എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ പവിത്രയുടെ കാര്യം എടുത്ത് നോക്കുക, 2020 നെറ്റ് ക്വാളിഫൈ സെഷൻ 2025 പിന്നീട് JRFലേക്ക് അവിടെ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ധനലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഏറ്റവും ഹയസ്റ്റ് മാർക്കോടുകൂടി 244 മാർക്കോടുകൂടി JRF ക്വാളിഫൈഡ് ആവുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 1ാം റാങ്കോടുകൂടി അവിടുത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ കർണാടക ഗവൺമെൻറ്റിൻ്റെ 1ാം റാങ്കിൽ വന്ന് ഇപ്പോൾ ആൾ അവിടെ ഗവൺമെൻറ് പോസ്റ്റിൽ അപ്പോയിൻറ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പം ഈ തരത്തിൽപ്പെട്ടൊരു ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവിടെ എനിക്ക് സ്റ്റുഡൻസിനോട് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, എന്നോട് ഇപ്പോൾ ഇവിടുത്തെ റിസൾട്ട് കണ്ടതിന് ശേഷം എക്കണോമിക്സിൻ്റെ കാര്യം ചോദിച്ച് സ്റ്റുഡൻസ് വിളിക്കുന്ന എല്ലാവരും ഞാൻ പറയുന്നത്, എനിക്കൊരു കാരണവശാലും മാജിസ്റ്റിക്സ് ഒന്നുമില്ല, ഒരു 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ നിങ്ങളെ സബ്ജക്റ്റിൽ ഏറ്റവും ബെസ്റ്റ് ആക്കാം എന്നല്ല ഞാൻ പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എക്കണോമിക്സിൻ്റെ ബെസ്റ്റ് ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അത് ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു നെറ്റ് ക്വാളിഫൈഡ് ആകുക എന്ന രീതിയിലേക്കല്ല ഞാൻ പറയുന്നത്. എൻറ്റയർലി എൻ്റെ വിഷൻ ഡിഫറൻ്റ് ആണ്. നിങ്ങളെ നെറ്റ് ക്വാളിഫൈഡ് ആകാൻ സഹായിക്കുക, അത് JRF ക്വാളിഫൈഡ് ആകാൻ സഹായിക്കുക, ആൻഡ് ദെൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇന്ത്യയിൽ PhDക്ക് അഡ്മിഷൻ കിട്ടുന്ന രീതിയിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന രീതിയിലേക്ക് അസിസ്റ്റൻസ് തരിക. ആൻഡ് ദെൻ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ജോലി കിട്ടണം. ഐ മീൻ അവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സബ്ജക്ട് നോളജ് മാറ്ററായിട്ട് വരുന്നത്. ചുമ്മാ നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇൻ്റർവ്യൂസിൽ നമുക്ക് പെർഫോം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അവിടെ നമ്മുടെ സബ്ജക്ട് നോളജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അറ്റ്ലീസ്റ്റ് മിനിമം ഏതാ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങളെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആപ്പിൾ ബിന്ന് എക്കണോമിക്സ് പഠിച്ച സ്റ്റുഡൻസിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് അവർക്ക് സബ്ജക്റ്റ് അറിയാം. ഓക്കെ, ആ പറയുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഉറപ്പായിട്ടും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എൻ്റെ വിഷൻ ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് നെറ്റ് നേടി തരിക എന്നുള്ളതല്ല. ഇതേ ഞാൻ ഈ കാണിക്കുന്ന ഒരുപാട് റോൾ മോഡൽസിനെ കാണിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പഠിക്കുന്നു, നെറ്റ് ക്വാളിഫൈഡ് ആവുന്നു, JRF ക്വാളിഫൈഡ് ആവുന്നു, നല്ല രീതിയിൽ PhD ചെയ്യുന്നു, ആൻഡ് ദെൻ അവർക്ക് ജോലി കിട്ടുന്ന രീതിയിലേക്കുള്ള പ്ലേസ്മെൻറ്റ് വരുന്നു. അപ്പം ഇതൊന്നും യാദൃശ്ചികമല്ലല്ലോ. ഒരു പ്രാവശ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ഫ്ലൂക്ക് എന്ന രീതിയിലേക്ക് നമുക്കവിടെ പറയാൻ പറ്റും. പഠിച്ചു വരുന്ന മിക്ക സ്റ്റുഡൻസിനും ഈ രീതിയിലേക്ക് അവരുടെ കരിയർ അടുത്ത ലെവലിലേക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് അവർക്കത് കാരണമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കൊടുക്കുന്ന കോഴ്സിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണെന്നുള്ളതാണ്. അപ്പം ഇതൊരു റിസൾട്ടിൻ്റെ അപ്ഡേഷനായിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ടും ഡിസിപ്ലിനോടുകൂടി നിങ്ങൾ വർക്ക് കഴിഞ്ഞാൽ എത്രത്തോളം ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം റിസൾട്ട് പറയുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ബേസിക്കലി. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമ്മളൊരു കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റം വരുത്തി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയല്ലേ? അപ്പോൾ അതാണ് ഞാൻ പറയുന്നൊരു പോയിന്റ്. ഇതാണ്, നിങ്ങൾക്ക് JRF കിട്ടുമ്പോൾ ഉണ്ടാകും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്കും പിന്നെ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ജോലി കിട്ടുന്നൊരു സിറ്റുവേഷനിലേക്കും നമുക്ക് നമ്മുടെ കോഴ്സുകൾ ആ രീതിയിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ അവിടെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. ഒരു ദിവസം കൊണ്ടല്ല, നിങ്ങൾക്കൊരു ലൈഫ് പീരീഡിൽ, ഐ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് കിട്ടി JRF കൂടി PhD കംപ്ലീറ്റ് ചെയ്യുന്ന ആ 5 ഇയേഴ്സിനുള്ളിൽ നമുക്ക് സ്വന്തമായിട്ട് ജോലി കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് ഒരാളുടെ കാര്യമല്ല. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ വരുന്ന മിക്ക ആൾക്കാരെ നിങ്ങൾ എടുത്ത് നോക്കുക, എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പ്ലേസ്ഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഇൻ്റർവ്യൂവിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ഇതേപോലെ തന്നെ കർണാടക അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എക്സാമിൽ 1ാം റാങ്ക് വന്നു എന്ന് പറയുമ്പോഴത്തേനും അതൊക്കെ ചുമ്മാ വരുന്നൊരു കാര്യമാണ്. അല്ല, കേരളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കറിയാം ഇവിടുത്തെ കോളേജ് എക്സാം ആണെങ്കിൽ HST എക്സാം ആണ് നമ്മുടെ സ്റ്റുഡൻസ് ആണ്. പക്ഷേ അതർ സ്റ്റേറ്റിലെ ഒരു സ്റ്റുഡൻറ്റിന് നമുക്ക് ആ രീതിയിലേക്ക് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്ന എഫോർട്ട് കൊണ്ടാണ്. പിന്നെ ഇതൊരു സൂത്രപ്പണി കൊണ്ടൊന്നും ആർക്കും ചെയ്യാൻ സാധിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് വരുന്നു, എനിക്ക് അങ്ങോട്ട് ഈ രീതിയിലേക്ക് എത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ പറയുന്ന ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ്. നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരാൻ പോകുന്ന ഒരു 5 വർഷത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. നെറ്റ് കിട്ടാനായിട്ട് ഞാൻ നിങ്ങളെ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് JRF ക്വാളിഫൈഡ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആ PhD ചെയ്യുന്ന 5 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ആ രീതിയിലേക്കുള്ള സ്കിൽ ഫോർമേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾ പഠിച്ച കാര്യം ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ഞാൻ അവിടെ സംസാരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ഒരു PG വരെ പഠിച്ചു എന്ന് പറഞ്ഞ് എത്ര വർഷമായിട്ട് നമ്മൾ പഠിക്കുകയാണ്, എന്നിട്ട് നമുക്ക് അതുകൊണ്ട് ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊണ്ട് എന്താണ് കാരണം? അപ്പോൾ ആപ്പിൾ ബി പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ഇതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നൊരു പെർസ്പെക്റ്റീവ് ഇതാണ്. നിങ്ങൾക്ക് പഠിച്ച് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതല്ല മാറ്റമായിട്ട് വരുന്നത്. ആ പഠിച്ച ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് ഉപയോഗിക്കുമോ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്. ഇതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന വിഷൻ. അതിനുള്ള പ്രധാനപ്പെട്ട 2 എക്സാമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്ന 2 ആൾക്കാരും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇതൊക്കെ ഒരു റോൾ മോഡൽസ് ആയിട്ട് എടുത്ത് ഇൻസ്പിറേഷൻ എടുത്ത് വീണ്ടും നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. വിജയം എന്ന് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും ഒരു ദിവസം. അതെന്നാണെന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കാനുള്ളതാണ്. താങ്ക് യു സോ മച്ച്. വീണ്ടും അപ്ഡേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും റിസൾട്ടിൻ്റെ. ബൈ ബൈ.